ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാന്റെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് 1 മണിക്കൂറിന് മുമ്പ് ദുൽഖർ സൽമാൻ ഒരു കിടിലൻ സാധനം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. ഐ ആം ഗെയിം എന്ന സിനിമയുടെ ഒരു പോസ്റ്റർ. ഇത് നിങ്ങൾ ഈ കാണുന്ന ഒരു സാധനമാണ്. എന്താ ഐറ്റം ഇത്! നഹാസ് ഹിദായത്താണ് സിനിമ സംവിധാനം ചെയ്തത്. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിമാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 ഭാഷയിലായിട്ട് പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമ എത്താൻ പോകുന്നത്. സിനിമ ഈ വരുന്ന ഓണത്തിന് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഒരു കിഡു ഐറ്റം എന്ന് പറഞ്ഞാൽ പോരാ, ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് മൂവി ആയിരിക്കും ഇത്. നമ്മൾ ദുൽഖറിന്റെ ഇതുവരെ ഒരു വയലൻസ് സിനിമ നല്ല രീതിയിൽ നമ്മൾ ആസ്വദിച്ചിട്ടില്ല അല്ലേ. ഇത് വേറെ ലെവലായിരിക്കും കേട്ടോ. ഈ ഐ ആം ഗെയിമിന്റെ ഒരു പോസ്റ്റർ നേരത്തെ ഇറങ്ങിയിരുന്നു. അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഗുമ്മൊന്നും തരുന്നൊരു സാധനം അല്ലെങ്കിലും ഇത് വേറെ ലെവൽ. മച്ചാൻ പൊളിച്ചടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് നമ്മൾ കണ്ട സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത. അതിനകത്ത് ഭയങ്കര വയലൻസ് ഒക്കെ കാണിക്കുന്നൊക്കെ, പക്ഷേ എനിക്ക് കിങ് ഓഫ് കൊത്ത പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ ഇത് പൊളിക്കും കേട്ടോ. ഇത് വേറെ ലെവല്. ദുൽഖറിനെ നമ്മൾ എങ്ങനെയാണോ കാണാൻ കാത്തിരിക്കുന്നത് ആ ഒരു ഐറ്റം നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കിട്ടുമെന്നുള്ളത് ഈ ഒരൊറ്റ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് വേറെ ഐറ്റമാണ് കേട്ടോ. ഫുള്ള് ബ്ലഡിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. തോക്ക് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്നായിട്ടും ആ നോട്ടമൊക്കെ കണ്ടില്ലേ പുള്ളിയുടെ. കിട്ടു സാധനം കേട്ടാ. അപ്പം നമ്മുടെ ദുൽഖർ സൽമാൻ കരിയറിലെ 14 വർഷം പൂർത്തീകരിക്കുകയാണ് മലയാള സിനിമയിൽ. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് ദുൽഖർ സൽമാൻ ഈ ഒരു പോസ്റ്റർ പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഒരു പോസ്റ്റർ ഇട്ടിരിക്കുന്നത്. ഒരു നടൻ എന്ന നിലയിൽ എൻ്റെ യാത്രയുടെ 14 വർഷങ്ങൾ ഇന്ന് പൂർത്തിയാകുന്നു. ഓരോരുത്തർക്കും നന്ദി. അന്ധമായ സ്നേഹത്തിന്, പ്രോത്സാഹത്തിന്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനത്തിന് ഈ നാഴികക്കല്ല് അടയാളപ്പെടുത്താൻ എൻ്റെ അടുത്തതിൻ്റെ ഒരു പോസ്റ്റർ പങ്കിടുന്നു. ഐ ആം ഗെയിം ഈ ഓണത്തിന് നിങ്ങളുടെ അടുത്തുള്ള സിനിമാസിലെത്തുന്നു. ഒരു രക്ഷയില്ലാട്ടോ. എനിക്ക് ഒന്നും പറയാനില്ല. ഈ ഒരു സാധനം ഗംഭീര സാധനമായിരിക്കും. RDX എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന ഈ ഒരു സിനിമയിൽ നമ്മുടെ ദുൽഖർ സൽമാൻ അതുപോലെ ഒരുപാട് പാൻ ഇന്ത്യൻ താരങ്ങളൊക്കെ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. വലിയ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ഒരു സിനിമയാണ്. ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു കമ്പനിയാണ് വേഫെയർ കമ്പനി. അപ്പം ഈ ഒരു സിനിമയും നമുക്ക് ആ ഒരു ലെവലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ലോക എന്ന സിനിമ മലയാള സിനിമയുടെ നെറുകയിൽ നിൽക്കുകയാണ്. കാരണം ഇതുവരെയുള്ള എല്ലാ മലയാള സിനിമയുടെയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് വേഫെയർ കമ്പനി എടുത്തിട്ടുള്ള ലോക ചാപ്റ്റർ 1 സിനിമ ഇപ്പം നിൽക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഐറ്റമാണ് ഇപ്പം ഈ ഇറക്കി വിട്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ ദുൽഖർ സൽമാൻ്റെ ആരാധകർക്ക് ആവേശം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇത് കൊടൂര വയലൻസ് ആയിരിക്കും ഒരു സിനിമ. അതിനകത്ത് ഒരു സംശയം വേണ്ട. കൊടൂര വയലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കോ ആ സിനിമയുടെയൊക്കെ ആ ലെവലിന് മേളിൽ വരുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിട്ടാണ് ഈ സിനിമ ഓണത്തിന് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. എന്താണെങ്കിലും ഇത് പൊളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. നമ്മൾ ദുൽഖർ സൽമാനെ എങ്ങനെയാണോ കാണാൻ കാത്തിരുന്നത് ആ ഒരു ലുക്കിലാണ് ഇപ്പം ഈ ഒരു പോസ്റ്ററിനകത്ത് ദുൽഖറിനെ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ചെക്കൻ വേറെ ലെവലാണ്. പാൻ ഇന്ത്യൻ ലെവലൊക്കെ താണ്ടി ചെക്കൻ വേറെ എങ്ങോട്ടൊക്കെയോ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദുൽഖറിനെ സംബന്ധിച്ച് മലയാള സിനിമയിൽ ദുൽഖറിന് ഒരു വലിയൊരു ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും ഈ ഒരു സിനിമ. കാരണം ദുൽഖറിൻ്റെതായിട്ട് ദുൽഖർ അഴിഞ്ഞാടുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ഐ ആം ഗെയിം. നമുക്ക് കാത്തിരിക്കാം. ഓണം വരെ കാത്തിരിക്കണം ഇനിയിപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി. എന്താണെങ്കിലും കിഡില സാധനം, ഒന്നും പറയാനില്ല. വേറെ ലെവലും മച്ചാൻ പൊളിച്ചടുക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വെയിറ്റ് ആൻഡ് സി. ഐ ആം ഗെയിമിൻ്റെ ഈ പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പൊളി.